ഇന്ന് ഭയങ്കര നല്ല മഴയല്ലേ, എല്ലായിടത്തും നല്ല മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇരുന്നപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാനായിട്ട്, അതായത് എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ചില സമയത്ത് ചോക്ലേറ്റ്, ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല, മധുരം ഈ സ്നാക്സ് ടൈപ്പിലുള്ളത് ഇഷ്ടമാണ്. അപ്പം ഒന്നും കഴിക്കാനില്ല, ഇങ്ങനെ എന്താണ് ചെയ്യുക ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമുക്കൊക്കെ അറിയത്തില്ലേ, പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്തിട്ടുള്ള അവലീസ് പൊടി അറിയത്തില്ല, എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ തപ്പിയപ്പോൾ എനിക്കൊരു റെസിപ്പി കിട്ടി, അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പച്ചരി പൊടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇവിടെ പുട്ടുപൊടി മേടിച്ച് ഇരിപ്പുണ്ട്, പക്ഷേ ഇവിടെ ആർക്കും പുട്ട് മതി. എപ്പോഴും ഞങ്ങളിവിടെ ദോശ ഇഡ്ഡലിയാണ് കൂടുതലും, ദോശ ഇഡ്ഡലി തന്നെയാണ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അല്ലേ ബ്രെഡ്. ഓക്കെ, അപ്പം മേടിച്ച പുട്ടുപൊടി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒന്ന് നോക്കാം, എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കാം. എല്ലാ സാധനങ്ങളൊന്നും വേണമെന്നില്ല, ജീരകം. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുട്ടുപൊടി, നമ്മൾ പുട്ടുണ്ടാക്കുന്ന പുട്ടുപൊടി, പിന്നെ അതിനകത്ത് ജീരകം, പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ എള്ളം ഉണ്ടായിരുന്നു നേരത്തെ, അല്ല ഞാൻ ഇതിനു വേണ്ടി മേടിച്ചൊന്നുമില്ല, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എള്ള്, തേങ്ങ വേണം ഇതിന്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഉപ്പും ചെറിയൊരു നുള്ളുപ്പും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ വറുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണം വരും നമുക്ക്. അപ്പം തന്നെ ഒരു മണം വരാൻ തുടങ്ങും, ഒരു ചെറുതായിട്ട്. ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് എന്നൊക്കെ പറയത്തില്ല, പണ്ടത്തെ ഇത് ഈ കട്ടൻ കാപ്പിയൊക്കെ. ഞാൻ കട്ടൻ കാപ്പി കട്ടൻ ചായ ഒന്നും കുടിക്കുന്ന ആളല്ല, ഞാൻ പാൽ ചായയുടെ ആളാണ്. എന്നാലും ഇഷ്ടമുള്ളവർ, കട്ടൻ ചായയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഈ ഒരു പാത്രത്തിൽ പഞ്ചസാര മിക്സ് ചെയ്യണം നമുക്ക്. ഇപ്പോഴല്ല, വറുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. എത്ര നാൾ വറുത്തിരിക്കുന്നത് കൊണ്ട് എത്ര നാൾ വരെയെങ്കിലും ഇരുന്നോളും കേട്ടോ. നല്ലതാണ്. ഇപ്പം തന്നെ വറുക്കുമ്പോൾ തന്നെ ആ ജീരകത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. ജീരകവും പിന്നെ ഈ തേങ്ങ വറുക്കുമ്പോൾ ഒരു മണം വരുമല്ലോ. എനിവേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാമേ. ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇപ്പം ജസ്റ്റാണ് പഞ്ചസാര ആഡ് ചെയ്തു. ഒത്തിരി കരിഞ്ഞൊന്നും പോകണ്ട, അതിൻ്റെ കളർ ചെറുതായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തരത്തിൽ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, കൈ നോവും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവലേസ് പൊടി പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ട് ഒത്തിരി നാളായി ഞാൻ ആവലേസ് പൊടി കഴിച്ചിട്ട്. അപ്പോൾ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന. അവരൊക്കെ ഈ മറ്റേ മട്ടരിയൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ മടിച്ചുകളല്ല, നമ്മളൊന്നും നടക്കത്തില്ല. അപ്പം ഇത് പറ്റുന്നവർ ചെറുതായിട്ടൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഇഷ്ടപ്പെടും. ഞാൻ ഇത് കഴിക്കും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു ബൂസ്റ്റിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ട് കഴിക്കാനായിട്ട്. അപ്പം ശരി, ബൈ.